എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയും ബ്രെഡും പഴവും വെച്ചിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ 3 എണ്ണേ കാണുന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ കട്ട് ചെയ്ത ശേഷം കുറവാണെന്ന് തോന്നിയപ്പോൾ ഒന്നുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നേന്ത്രപ്പഴം നമുക്കിതേപോലെ ആദ്യം നടു കട്ട് ചെയ്ത ശേഷം ഇതേപോലെ ചെറിയ സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, നീളത്തിൽ തന്നെ. ഇനി നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതേ പഴം മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി പഴം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ പഴം വാട്ടിയതൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചെയ്തെടുക്കാം. പഴം ഒന്നായി വരുമ്പോഴേക്ക് നമുക്കൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മളൊരു 7 മുട്ട എടുക്കുന്നുണ്ട്. 7 മുട്ട പൊട്ടിച്ചെടുത്തതിലേക്ക് നമുക്കൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചത് ആയിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ 1 സ്പൂൺ ഇട്ടിട്ടുള്ളത്. ഏലക്കായ മാത്രമാകുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ പഴമൊക്കെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് രണ്ടാമത്തെ സൈഡ് കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ പഴം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതേപോലുള്ളൊരു പാനിലേക്ക്, കുറച്ച് കുഴിയുള്ളൊരു പാൻ വേണം കേട്ടോ. ആ ഒരു പാനിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം അടുപ്പ് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം ബ്രെഡ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ ഇതേപോലെ നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം പാനിൽ വെച്ച് കൊടുക്കാം. പാനിൽ അടിഭാഗം നന്നായിട്ട് ഫില്ലായി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രെഡ് ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് പഴം ഫ്രൈ ചെയ്തതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും പഴം വെച്ച് അതേപോലെ ലെയർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അവസാന ലെയറായിട്ട് വീണ്ടും ബ്രെഡ് ഇതേപോലെ മുട്ടയിൽ മുക്കി വെച്ച ശേഷം ബാക്കി വരുന്ന മുട്ട ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് വരുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ലെയറൊക്കെ ചെയ്ത ശേഷം നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു 2 മിനിറ്റോളം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരല്പം നേരം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം നമ്മൾ പാൻ ഇറക്കി വെച്ചിട്ട് ഒരു തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബാക്കി വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പാൻ ഇറക്കി വെച്ചു. ഇനി ഇതേപോലെയുള്ളൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബാക്കി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റോളം ഇതേപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സൂക്ഷിച്ച് മറിച്ചിടുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ മറിച്ചിടുമ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല കട്ടിയുള്ളതുകൊണ്ട് പൊട്ടിപ്പോവാനുള്ള ചാൻസ് അധികമാണ്. പിന്നെ ബ്രെഡും അല്ല, ബ്രെഡ് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ സൈഡ് നമ്മൾ വേവിച്ച ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ബ്രെഡൊക്കെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ബ്രെഡും പഴമൊക്കെ ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.